നമ്മുടെ ഈ അഞ്ചാമത്തെ സ്റ്റാൻഡേർഡ് ഓഫ് MOM NABH നമുക്ക് 4 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിൽ കൂടെയാണ് കടത്തിക്കൊണ്ടുപോകുന്നത്. 4 സിമ്പിൾ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ് ആണ്. നാലാമത്തത് MOM 5D മെഡിക്കേഷൻ ഓർഡേഴ്സ് കണ്ടെയ്ൻസ് ദ നെയിം ഓഫ് ദ മെഡിസിൻ, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, സ്ട്രെങ്ത് ടു ബി അഡ്മിനിസ്ട്രേറ്റഡ് ആൻഡ് ഫ്രീക്വൻസി ഓർ ടൈം ഓഫ് അഡ്മിനിസ്ട്രേഷൻ വേണമെന്നാണ്. ഇനി നമ്മളെങ്ങാനും NABH പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്കിത് മിസ് ചെയ്യാമെന്ന് ചെയ്തു കളയുമോയെന്ന് NABHകാർക്ക് ഒരു പേടിയുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത് സ്വാഭാവികമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റ് പറയുന്നത്. മെഡിസിൻ ഓർഡർ കൊടുക്കുമ്പോൾ ഷോർട്ട് ഫോംസ് ഒന്നും എഴുതാൻ പാടില്ല. കഴിയുന്നത്ര അതിൻ്റെ പേര് കൃത്യമായിട്ട് എഴുതണം, അതിൻ്റെ സ്ട്രെങ്ത് എഴുതണം. ഓരോ സെപ്പറേറ്റ് മെഡിസിനിലും അതിൻ്റെ സ്ട്രെങ്തും ഡോസും ഫ്രീക്വൻസിയും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവണം. MOM 7Dയിൽ ഈ കാര്യം കുറച്ചുകൂടെ വിശദമായി നമ്മൾ കാണുന്നുണ്ട്. അതൊരു കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. നമ്മൾ ഡോക്ടർ ഇത്തരത്തിൽ എഴുതിയ പ്രിസ്ക്രിപ്ഷനെ വളരെ കൃത്യമായി ബിഫോർ അഡ്മിനിസ്ട്രിങ് ദ മെഡിസിൻ വെരിഫൈ ചെയ്തിട്ടുണ്ടാവണം. സ്ട്രെങ്തോ ഡോസോ ഫ്രീക്വൻസിയോ മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ആ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യണം. ട്രീറ്റിംഗ് ടീമിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം. കൃത്യമായി അതിനെ റീവർക്ക് ചെയ്യണം, എന്നിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യണം മെഡിസിൻ എന്ന് നമ്മൾ 7ൽ കാണുന്നുണ്ട്, 7th സ്റ്റാൻഡേർഡിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് യൂണിഫോമായിട്ട് ചെയ്യണമെന്ന് പറയാനാണ് അഞ്ചാമത്തെ സ്റ്റാൻഡേർഡിലെ 4 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ നമ്മളിപ്പോൾ ശ്രമിച്ചത്. ഒന്നുകൂടെ ആവർത്തിക്കാം. എഴുതുന്ന ഡോക്ടർ അദ്ദേഹം മരുന്നിൻ്റെ പേരെഴുതാൻ ഓർക്കണം. കഴിഞ്ഞ തൊട്ടും വേണ്ടത് അദ്ദേഹത്തിൻ്റെ പേരെഴുതാൻ ഓർക്കണമെന്നാണ്. എങ്കിൽ ഇവിടെ മരുന്നിൻ്റെ പേര് കൃത്യമായിട്ട് എഴുതണം. ഷോർട്ട് ഫോംസ് ഒന്നും എഴുതരുത്. അദ്ദേഹം കൊടുക്കുന്ന മരുന്നിൻ്റെ ഇൻഡിവിജ്വലായിട്ട് ഓരോ മരുന്നിൻ്റെയും സ്ട്രെങ്ത് എഴുതണം. അതിൻ്റെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്, റൂട്ട് അവിടെ എഴുതിയിട്ടുണ്ടാവണം. അല്ല ഇത് ടാബ്ലറ്റ് ആണ്, റൂട്ട് മനസ്സിലാക്കിക്കോളും. എല്ലാ ടാബും ഒരേ റൂട്ടല്ലല്ലോ. ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന കാര്യത്തിൽ പോലും ആ ഡിഫറൻസ് ഉണ്ടെങ്കിൽ വ്യക്തമായിട്ടും മെഡിസിൻ്റെ നെയിം, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, സ്ട്രെങ്ത് ടു ബി അഡ്മിനിസ്ട്രേറ്റഡ്, ഫ്രീക്വൻസി ഓർ ദ ടൈമിങ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഈ വക കാര്യങ്ങൾ വ്യക്തമായി എഴുതണം. ഇതിനൊരു എക്സെപ്ഷൻ ഉള്ളത് കോമ്പിനേഷൻ ഓഫ് വൈറ്റമിൻസ് ഓർ മിനറൽസ്. അതൊരു 10-20 കോമ്പിനേഷനൊക്കെ ചിലതിനകത്ത് വരാറുണ്ട്. 10ൽ കൂടുതൽ കോമ്പിനേഷനൊക്കെ വരാറുണ്ട്. അവിടെ ഈ കാര്യങ്ങൾ ചെറിയൊരു നമുക്കൊന്ന് ലൂസാകാം. ഒരു ആവറേജ് എങ്ങനെ കൊടുക്കണമെന്ന് മാത്രം മെൻഷൻ ചെയ്തിട്ട് അവരുടെ ഒരു സൗകര്യവും കൂടെ നോക്കാനൊക്കെ പറയാം. കാരണം അത് വലിയ അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ് എന്നതും കൂടെയാണ് അതിൻ്റെ ഒരു കാരണം. എന്ന് കരുതി എങ്ങനെയും ഉപയോഗിക്കാമെന്നല്ല, അഡ്വൈസ് അവിടെ ഉണ്ടാകണം. പക്ഷെ ഒന്ന് മിസ്സായാൽ പ്രശ്നം വരുന്നില്ല എന്നതിനാകെ കാണാവുന്നത് വൈറ്റമിൻസ് മിനറൽസും റൈറ്റ് ചെയ്യുമ്പോഴാണ്. ഓൾ അതർ മെഡിക്കേഷൻ, അത് ടാബ്ലറ്റ്സ് ആണെങ്കിലും ക്യാപ്സൂൾസ് ആണെങ്കിലും ഇഞ്ചക്ഷൻസ് ആണെങ്കിലും നമ്മൾ കൃത്യമായിട്ടും അത് പേരും സ്ട്രെങ്തും റൂട്ടും ഫ്രീക്വൻസിയും എഴുതണം. കമ്മിറ്റ്മെൻറ്റ് MOM 5D. നമുക്ക് അടുത്ത സ്റ്റാൻഡേർഡ് MOM 6ലേക്ക് കടക്കാം.